എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. ഇന്ത്യൻ കാർഷിക രംഗം എന്ന ടോപ്പിക്കിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ്. ഇപ്രകാരം അഭിപ്രായപ്പെട്ട ദേശീയ നേതാവ് ആര്? എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ്. ഇപ്രകാരം അഭിപ്രായപ്പെട്ട ദേശീയ നേതാവ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള ഏതാണ്? ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള ഏതാണ്? നെല്ല്. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള നെല്ല്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏത്? നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏത്? എക്കൽ മണ്ണ്. എക്കൽ മണ്ണ്. ഉയർന്ന താപനില 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ, ധാരാളം മഴ 150 സെന്റിമീറ്ററിൽ കൂടുതൽ എന്നിവ ഏത് ഭക്ഷ്യവിളയുടെ കൃഷിക്ക് ആവശ്യമാണ്? ഉയർന്ന താപനില, ധാരാളം മഴ. ഉയർന്ന താപനില എത്രയാണ്? 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ. ധാരാളം മഴ എന്ന് പറയുമ്പോൾ 150 സെന്റിമീറ്ററിൽ കൂടുതൽ എന്നിവ ഏത് ഭക്ഷ്യവിളയുടെ കൃഷിക്ക് ആവശ്യമാണ്? നെല്ലിന്റെ കൃഷിക്ക് ആവശ്യമാണ്. ഏത് ഭക്ഷ്യവിളയുടെ കൃഷിക്കാണ് ആവശ്യം? നെല്ലിന്റെ കൃഷിക്കാണ്. നദീതടങ്ങൾ, തീരസമതലങ്ങൾ എന്നിവിടങ്ങളിൽ മുഖ്യമായും കൃഷി ചെയ്തു വരുന്ന ഭക്ഷ്യവിള ഏത്? നദീതടങ്ങൾ, തീരസമതലങ്ങൾ എന്നിവിടങ്ങളിൽ മുഖ്യമായും കൃഷി ചെയ്തു വരുന്ന ഭക്ഷ്യവിള ഏത്? നെല്ല്. എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ്. ഇപ്രകാരം അഭിപ്രായപ്പെട്ട ദേശീയ നേതാവ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള നെല്ല്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം എക്കൽ മണ്ണ്. ഉയർന്ന താപനില 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ, ധാരാളം മഴ 150 സെന്റിമീറ്ററിൽ കൂടുതൽ എന്നിവ ഏത് ഭക്ഷ്യവിളയുടെ കൃഷിക്ക് ആവശ്യമാണ്? നെല്ല്. നദീതടങ്ങൾ, തീരസമതലങ്ങൾ എന്നിവിടങ്ങളിൽ മുഖ്യമായും കൃഷി ചെയ്തു വരുന്ന ഭക്ഷ്യവിള നെല്ല്. അടുത്തത്, ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള ഏത്? ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള ഗോതമ്പ്. ഗോതമ്പ്. ഏത് ഭക്ഷ്യവിളയുടെ കൃഷിക്കാണ് നീർവാർച്ചയുള്ള എക്കൽ മണ്ണ് ഉത്തമമായിട്ടുള്ളത്? ഏത് ഭക്ഷ്യവിളയുടെ കൃഷിക്കാണ് നീർവാർച്ചയുള്ള എക്കൽ മണ്ണ് ഉത്തമമായിട്ടുള്ളത്? ഗോതമ്പ്. ഗോതമ്പിന്റെ കൃഷിക്കാണ് നീർവാർച്ചയുള്ള എക്കൽ മണ്ണ് ഉത്തമമായിട്ടുള്ളത്. മുഖ്യമായും മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഏത് വിളയാണ് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 75 സെന്റിമീറ്റർ മഴയും ആവശ്യമായുള്ളത്? മുഖ്യമായും മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഏതു വിളയാണ് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 75 സെന്റിമീറ്റർ മഴയും ആവശ്യമായുള്ളത്? ഗോതമ്പിനാണ്. ഗോതമ്പിന് 10 ഡിഗ്രി മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ആവശ്യമാണ്. അതുപോലെ 75 സെന്റിമീറ്റർ മഴയും ആവശ്യമാണ്. എവിടെയാണ് ഇത് കൃഷി ചെയ്യുന്നത്? മിതോഷ്ണ മേഖലയിലാണ് ഗോതമ്പ് കൃഷി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ശൈത്യകാല വിള ഏത്? ശൈത്യകാലമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ശൈത്യകാല വിള ഗോതമ്പ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ശൈത്യകാല വിള ഗോതമ്പാണ്. ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ഇന്ത്യയിൽ 3ാം സ്ഥാനത്തുള്ളത് ഏത്? ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ഇന്ത്യയിൽ 3ാം സ്ഥാനത്തുള്ളത് ചോളമാണ്. ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ഇന്ത്യയിൽ 3ാം സ്ഥാനത്തുള്ളത് ചോളം. ഒന്നുകൂടി നോക്കാം. ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള ഗോതമ്പ്. ഏത് ഭക്ഷ്യവിളയുടെ കൃഷിക്കാണ് നീർവാർച്ചയുള്ള എക്കൽ മണ്ണ് ഉത്തമമായിട്ടുള്ളത്? ഗോതമ്പിന്റെ കൃഷിക്ക്. മുഖ്യമായും മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഏത് വിളയാണ് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 75 സെന്റിമീറ്റർ മഴയും ആവശ്യമായുള്ളത്? ഗോതമ്പിന്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ശൈത്യകാല വിള ഗോതമ്പ്. ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ഇന്ത്യയിൽ 3ാം സ്ഥാനത്തുള്ളത് ചോളം. അടുത്തത്, ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിളയ്ക്ക് ഉദാഹരണം ഏത്? ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ കൃഷി ചെയ്യപ്പെടുന്ന ഭക്ഷ്യവിളയ്ക്ക് ഉദാഹരണം ചോളം. ചോളമാണ് ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ കൃഷി ചെയ്യപ്പെടുന്നത്. ശരാശരി 75 സെന്റിമീറ്റർ വാർഷിക വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളും നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ഠമായ മണ്ണും ഏത് വിളയ്ക്ക് ആണ് അനുയോജ്യം? ശരാശരി 75 സെന്റിമീറ്റർ വാർഷിക വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളും നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ഠമായ മണ്ണും ഏത് വിളയ്ക്കാണ് അനുയോജ്യം? ചോളം. ചോളത്തിനാണ് അനുയോജ്യമായിട്ടുള്ളത്. ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ ഏതെല്ലാം? ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ ഏതെല്ലാം? പരുത്തി, ചണം. ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ പരുത്തി, ചണം. പ്രധാനപ്പെട്ട പാനീയ വിളകൾ ഏതെല്ലാം? പ്രധാനപ്പെട്ട പാനീയ വിളകൾ ഏതെല്ലാം? തേയില, കാപ്പി. പ്രധാനപ്പെട്ട പാനീയ വിളകൾ തേയില, കാപ്പി.
ചൂടും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളിൽ വളരുന്ന നാരുവിള ഏത്? ചൂടും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളിൽ വളരുന്ന നാരുവിള ഏത്? ചണം. ചൂടും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളിൽ വളരുന്ന നാരുവിള ചണം. ഉയർന്ന താപനിലയും 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും ഏത് കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്? ഉയർന്ന താപനിലയും 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും ഏത് കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്? ചണം കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്. ചണം കൃഷിക്ക് ഉയർന്ന താപനിലയും 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും അത്യന്താപേക്ഷിതമാണ്. ഒന്നുകൂടി നോക്കാം. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ കൃഷി ചെയ്യപ്പെടുന്ന ഭക്ഷ്യവിള ചോളം. ശരാശരി 75 സെന്റിമീറ്റർ വാർഷിക വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളും നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ഠമായ മണ്ണും ഏത് വിളയ്ക്കാണ് അനുയോജ്യം? ചോളം. ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ പരുത്തി, ചണം. പ്രധാനപ്പെട്ട പാനീയ വിളകൾ തേയില, കാപ്പി. ചൂടും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളിൽ വളരുന്ന നാരുവിള ചണം. ഉയർന്ന താപനിലയും 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും ഏത് കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്? ചണം കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്. ചണം കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏത്? ചണം കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏത്? നീർവാർച്ചയുള്ള എക്കൽ മണ്ണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചണം ഉൽപാദന മേഖല ഏത്? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചണം ഉൽപാദന മേഖല ഏത്? ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ. ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ. ഇന്ത്യയിൽ ഏറ്റവും അധികം ചണം കൃഷിയുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും അധികം ചണം കൃഷിയുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാൾ. ലോക ഭക്ഷ്യ കാർഷിക സംഘടനയുടെ കണക്കുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ലോക ഭക്ഷ്യ കാർഷിക സംഘടനയുടെ കണക്കുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാനീയ വിള ഏത്? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാനീയ വിള തേയില. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാനീയ വിള ഏതാണ്? തേയിലയാണ്. തേയില ഉൽപാദനത്തിൽ ലോകത്ത് എത്രാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക്? തേയില ഉൽപാദനത്തിൽ ലോകത്തിൽ എത്രാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക്? 2ാം സ്ഥാനം. തേയില ഉൽപാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ഒന്നുകൂടി. ചണം കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം നീർവാർച്ചയുള്ള എക്കൽ മണ്ണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചണം ഉൽപാദന മേഖല ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ. ഇന്ത്യയിൽ ഏറ്റവും അധികം ചണം കൃഷിയുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ലോക ഭക്ഷ്യ കാർഷിക സംഘടനയുടെ കണക്കുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാനീയ വിള തേയില. തേയില ഉൽപാദനത്തിൽ ലോകത്ത് എത്രാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക്? 2ാം സ്ഥാനം. തേയില ഉൽപാദനത്തിൽ ഒന്നാമതുള്ള ഇന്ത്യൻ സംസ്ഥാനമേത്? തേയില ഉൽപാദനത്തിൽ ഒന്നാമതുള്ള ഇന്ത്യൻ സംസ്ഥാനമേത്? അസം. തേയില ഉൽപാദനത്തിൽ ഒന്നാമതുള്ള ഇന്ത്യൻ സംസ്ഥാനം അസം. 200 മുതൽ 250 സെന്റിമീറ്റർ വരെ വാർഷിക വർഷപാതവും 25 മുതൽ 30 വരെ ഡിഗ്രി സെൽഷ്യസ് താപനിലയുമുള്ള കുന്നിൻ ചെരിവുകൾ ഏത് വിളയുടെ കൃഷിക്കാണ് അനുയോജ്യം? 200 മുതൽ 250 സെന്റിമീറ്റർ വരെ വാർഷിക വർഷപാതം, 25 മുതൽ 30 വരെ ഡിഗ്രി സെൽഷ്യസ് താപനിലയുമുള്ള കുന്നിൻ ചെരിവുകൾ ഏത് വിളയുടെ കൃഷിക്കാണ് അനുയോജ്യം? തേയിലയുടെ കൃഷിക്കാണ് അനുയോജ്യം. 200 മുതൽ 250 വരെയാണ് വാർഷിക വർഷപാതം വേണ്ടത്. 25 മുതൽ 30 വരെ ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില ആവശ്യമായിട്ടുള്ളത്. ഏത് വിളയുടെ കൃഷിക്കാണ്? തേയിലയുടെ കൃഷിക്ക് 200 മുതൽ 250 വരെ വാർഷിക വർഷപാതവും 25 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും ആവശ്യമാണ്. തേയില കൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണിനം ഏത്? തേയിലയുടെ കൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണിനം ഏത്? ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണ്. ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണ്. ഒന്നുകൂടി. തേയില ഉൽപാദനത്തിൽ ഒന്നാമതുള്ള ഇന്ത്യൻ സംസ്ഥാനം അസം. 200 മുതൽ 250 സെന്റിമീറ്റർ വരെ വാർഷിക വർഷപാതവും 25 മുതൽ 30 വരെ ഡിഗ്രി സെൽഷ്യസ് താപനിലയുമുള്ള കുന്നിൻ ചെരിവുകൾ ഏത് വിളയുടെ കൃഷിക്കാണ് അനുയോജ്യം? തേയിലയുടെ. തേയിലയുടെ കൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണിനം ഏത്? ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണ്. ഉഷ്ണമേഖലാ തോട്ടവിളയ്ക്ക് ഉദാഹരണമേത്? ഉഷ്ണമേഖലാ തോട്ടവിളയ്ക്ക് ഉദാഹരണമേത്? കാപ്പി. ഉഷ്ണമേഖലാ തോട്ടവിളയ്ക്ക് ഉദാഹരണമാണ് കാപ്പി. കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി പശ്ചിമഘട്ട മലനിരകളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഏത് പാനീയ വിളയുടെ കൃഷിയാണ്? കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി പശ്ചിമഘട്ട മലനിരകളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഏത് പാനീയ വിളയുടെ കൃഷിയാണ്? കാപ്പിയുടെ കൃഷിയാണ്. കാപ്പിയുടെ കൃഷിയാണ്. ആകെ ഉൽപാദനത്തിന്റെ 2/3 ഭാഗവും നടക്കുന്ന കാപ്പി ഉൽപാദനത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം ഏത്? ആകെ ഉൽപാദനത്തിന്റെ 2/3 ഭാഗവും നടക്കുന്ന കാപ്പി ഉൽപാദനത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനമാണ് കർണാടക. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രധാന ഇനം കാപ്പിക്കുരു ഏത്? ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രധാന ഇനം കാപ്പിക്കുരുവാണ് അറബിക്ക. അറബിക്ക.
ഇന്ത്യയിലെ സുഗന്ധവിളത്തോട്ടങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രദേശം ഏത്? ഇന്ത്യയിലെ സുഗന്ധവിളത്തോട്ടങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രദേശമാണ് പശ്ചിമഘട്ട മലനിരകൾ. പശ്ചിമഘട്ട മലനിരകൾ. നീർവാർച്ചയുള്ള വനമണ്ണ്, മണൽമണ്ണ് എന്നിവയും ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥയും ഏതിനും വിളകൾക്കാണ് അനുയോജ്യം? നീർവാർച്ചയുള്ള വനമണ്ണ്, മണൽമണ്ണ് എന്നിവയും ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥയും ഏതിനും വിളകൾക്കാണ് അനുയോജ്യം? സുഗന്ധവിളകൾക്കാണ് അനുയോജ്യം. ഒന്നുകൂടി നോക്കാം. ഉഷ്ണമേഖലാ തോട്ടവിളയ്ക്ക് ഉദാഹരണമാണ് കാപ്പി. കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി പശ്ചിമഘട്ട മലനിരകളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഏത് പാനീയവിളയുടെ കൃഷിയാണ്? കാപ്പിയുടെ കൃഷിയാണ്. ആകെ ഉൽപാദനത്തിന്റെ 2/3 ഭാഗവും നടക്കുന്ന കാപ്പി ഉൽപാദനത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം കർണാടക. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രധാന ഇനം കാപ്പിക്കുരുവാണ് അറബിക്ക. ഇന്ത്യയിലെ സുഗന്ധവിളത്തോട്ടങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രദേശം പശ്ചിമഘട്ട മലനിരകൾ. നീർവാർച്ചയുള്ള വനമണ്ണ്, മണൽമണ്ണ് എന്നിവയും ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥയും ഏതിനും വിളകൾക്കാണ് അനുയോജ്യം? സുഗന്ധവിളകൾക്ക്. മറ്റ് കൃഷികൾക്ക് പൊതുവെ അനുകൂലമല്ലാത്ത ലാറ്ററൈറ്റ് മണ്ണ് ഏറെ അനുയോജ്യമായ നാണ്യവിള ഏത്? മറ്റ് കൃഷികൾക്ക് പൊതുവെ അനുകൂലമല്ലാത്ത ലാറ്ററൈറ്റ് മണ്ണ് ഏറെ അനുയോജ്യമായ നാണ്യവിളയാണ് റബ്ബർ. റബ്ബർ അനുയോജ്യമായ കാലാവസ്ഥ ഏത്? റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ ഏതാണ്? 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനില, 150 സെന്റിമീറ്ററിന് മുകളിൽ മഴ. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനില, അതുപോലെ 150 സെന്റിമീറ്ററിന് മുകളിൽ മഴ. ഇന്ത്യയിൽ ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളം. റബ്ബറിന്റെ ജന്മദേശം ഏത്? ബ്രസീൽ. ഇന്ത്യയിൽ റബ്ബർ കൃഷിയുള്ള ദ്വീപ് പ്രദേശം ഏത്? ഇന്ത്യയിൽ റബ്ബർ കൃഷിയുള്ള ദ്വീപ് പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ. കൂടി മറ്റ് കൃഷികൾക്ക് പൊതുവെ അനുകൂലമല്ലാത്ത ലാറ്ററൈറ്റ് മണ്ണ് ഏറെ അനുയോജ്യമായ നാണ്യവിള റബ്ബർ. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനില, 150 സെന്റിമീറ്ററിന് മുകളിൽ മഴ. ഇന്ത്യയിൽ ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം. റബ്ബറിന്റെ ജന്മദേശം ബ്രസീൽ. ഇന്ത്യയിൽ റബ്ബർ കൃഷിയുള്ള ദ്വീപ് പ്രദേശം ഏത്? ആൻഡമാൻ നിക്കോബാർ. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇതുപോലെ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.